Hi students, once again welcome to your class. I hope all are fine. Okay, good. I am also fine. Let us start our class. Today we are going to study our 5th chapter, time. Then say what we learned in the 6th chapter or previous chapter. We learned about the measurement. Do you understand well? Then say which are the measurement we learned? Yes, measuring length, measuring weight and measuring capacity. Do you understand well? Okay. Then listen, page number 99, chapter 5, time. Draw the hour hand to show the time. I think in your first standard you learned about time, isn't it? Okay. Then once again we want to study time. Draw the hour hand to show the time. Time നമ്മൾ എവിടെ നോക്കുന്നത്? How can we know time? We use clock or watch to find time, isn't it? Okay. Then ക്ലോക്കിൻ്റെ ഫേസ് ആണല്ലേ. ഇതിലെന്തുണ്ട്? ക്ലോക്കിലാണെങ്കിലും വാച്ചിലാണെങ്കിലും ടൈം നോക്കണമെങ്കിൽ എന്ത് വേണം? ഹാൻഡ്സ് വേണം അല്ലേ. ഏതൊക്കെ ഹാൻഡ്സാണ് ഉള്ളത്? ഹവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡും ഉണ്ട്. ഡ്രോ ദ ഹവർ ഹാൻഡ് ടു ഷോ ദ ടൈം. ടൈം കാണിക്കുന്ന ഹവർ ഹാൻഡാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് അല്ലേ. ദെൻ ഫസ്റ്റ് ടൈം 7 o'clock ആണ്. അവിടെ മിനിറ്റ് ഹാൻഡ് ഉണ്ട് അല്ലേ. മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12 അല്ലേ. 12-ലാണ് മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നത്. വി വാണ്ട് ടു ഡ്രോ ഹവർ ഹാൻഡ് അല്ലേ. ഹവർ ഹാൻഡ് ആണ് ടൈമിനെ കാണിക്കുന്നത്. 7 o'clock ആണ്. അപ്പോൾ എവിടെയാണ് വരയ്ക്കുക? വി വാണ്ട് ടു ഷോ 7 o'clock. മിനിറ്റ് ഹാൻഡിൽ മിനിറ്റ് ഹാൻഡ് ഇവിടെ ഉണ്ടല്ലേ 12-ൽ. ഇനി ഹവർ ഹാൻഡ് എവിടെയായിരിക്കും? 7 o'clock ആണ് ടൈമെങ്കിൽ ഹവർ ഹാൻഡ് ഈസ് അറ്റ് 7 അല്ലേ. 7-ന്റെ നേരെ വരണം എന്ത്? ഹവർ ഹാൻഡ് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? 7-ന്റെ നേരെ ഒരു ഹവർ ഹാൻഡ് വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് 2 o'clock ആണ്. ദെർ ഓൾസോ മിനിറ്റ് ഹാൻഡ് ഇൻ 12 അല്ലേ. അവിടെയും എന്താണ്? മിനിറ്റ് ഹാൻഡ് ഉണ്ട്. ദെൻ ഡ്രോ ഹവർ ഹാൻഡ് അല്ലേ. 2 o'clock ആണെങ്കിൽ ഹവർ ഹാൻഡ് എവിടെയായിരിക്കും? 2-ന് നേരെ. ദെൻ ഡ്രോ ഹവർ ഹാൻഡ്. ദെൻ ലാസ്റ്റ് വൺ 10 o'clock. 10 o'clock ആണെങ്കിൽ ഹവർ ഹാൻഡ് എവിടെയായിരിക്കും? ദാറ്റ് ഈസ് ദ പൊസിഷൻ ഓർ ഹവർ ഹാൻഡ് ടുവേർഡ്സ് 10 അല്ലേ. 10-ന് നേരെ ആയിരിക്കും. ഓക്കെ, ആയിരിക്കും ഓവർ. ഓക്കെ. The short hand is the hour hand, the long hand is minute hand. നമുക്കറിയാം there are 2 handles. ഏതൊക്കെയാണ്? ഷോർട്ട് ഹാൻഡ് ആൻഡ് ലോങ് ഹാൻഡ്. These are the 2 hands in a clock അല്ലേ. ഒരു ക്ലോക്കിലുള്ള 2 ഹാൻഡ് ഏതൊക്കെയാണ്? ഷോർട്ട് ഹാൻഡും ഉണ്ട്, ലോങ് ഹാൻഡും ഉണ്ട്. ഷോർട്ട് ഹാൻഡ് ഷോസ് which short hand
ഹവർ ഹാൻഡ് ആണല്ലേ. ഷോർട്ട് ഹാൻഡ് ഷോസ് ഹവർ ഹാൻഡ്. ദെൻ ലോങ് ഹാൻഡ് മിനിറ്റ്, ഷോസ് മിനിറ്റ് ഹാൻഡ്. ഷോർട്ട് ഹാൻഡ് ഈസ് ദ ഹവർ ഹാൻഡ് ആൻഡ് ലോങ് ഹാൻഡ് ഈസ് minute hand. Okay, then how can we find the time? The short hand is at 5, the long hand is at 12. The time is 5 o'clock alle. Short hand 5 ile, then minute hand or long hand is at 12. Then what is the time? Yes, time is 5 o'clock. What is the time? Yes, time is 5 o'clock അല്ലേ. അപ്പം ഇതാണ് ക്ലോക്ക്. ഇവിടെ എന്തുണ്ട്? ഈ ക്ലോക്ക് ഫേസിൽ 12 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ടൈം എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഇപ്പോൾ 1 o'clock 2 o'clock ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ എളുപ്പമാണ്. പിന്നെ ഈ 6 എന്തിനാ കാണിക്കുന്നു? ഹാഫ് ആണല്ലേ. 30 മിനിറ്റ് ആണ് 6 o'clock. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ലിസൺ. ക്ലോക്കിനെ ഞാനിപ്പം 4 ക്വാർട്ടറായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 12 മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഓ ക്ലോക്ക്. അത് കറക്റ്റ് ടൈമിലാണ് കാണിക്കുന്നത് അല്ലേ. ഇപ്പോൾ 1 o'clock അല്ലെങ്കിൽ 2 o'clock എന്നെ കറക്റ്റ് ടൈമിലാണ് കാണിക്കും. അവിടെ മിനിറ്റിൻ്റെ പ്രശ്നമില്ല അല്ലേ. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 12-ലും ഹവർ ഹാൻഡ് 1-ലും ആണെങ്കിൽ 1 o'clock. ഇനി ഹവർ ഹാൻഡ് 2-ലാണെങ്കിലോ 2 o'clock. അതേപോലെ പറയാം അല്ലേ. ഇനി ഈ 3 എന്തിനാ കാണിക്കുന്നു? 12 മുതൽ 1 വരെ ഈ ഇൻ്റർവെൽ അല്ലെ, ഈ ഡിവിഷൻ ഇവിടെ എത്രയുണ്ട്? എത്ര ലൈൻ ഉണ്ടാവും? 1 2 3 4 5 അല്ലേ. ഇത് 5 മിനിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് 12-ൽ നിന്ന് 1-ലേക്ക് എത്ര ദൂരം, എത്ര സമയമാണ്? 1 hour അല്ലേ. മിനിറ്റ് ഹാൻഡാണ് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇത് 5 മിനിറ്റാണ്. ഓക്കെ. മിനിറ്റ് ഹാൻഡ് 3-ലാണെങ്കിൽ അത് എത്ര മിനിറ്റ് ആയിരിക്കും? ഇവിടെ 5 മിനിറ്റ്, 2-ലാകുമ്പോൾ 10 മിനിറ്റ്, 3-ലാണെങ്കിൽ 15 മിനിറ്റ് അല്ലേ. 15 മിനിറ്റ്സ് ആണ്. അതിന് പറഞ്ഞ പേര് ക്വാർട്ടർ പാസ്റ്റ്. എന്താ പറയുക? ക്വാർട്ടർ പാസ്റ്റ്. ഇനി 6-ലാണ് മിനിറ്റ് ഹാൻഡ് എന്ന് വിളിക്കാം ഹാഫ് പാസ്റ്റ്. മിനിറ്റ് ഹാൻഡ് 9-ലാണെങ്കിൽ ക്വാർട്ടർ 2 ഉണ്ടോ. അപ്പോൾ ഈ 4 പൊസിഷനും പഠിക്കുക. 12-ലാണ് മിനിറ്റ് ഹാൻഡ് എങ്കിൽ എന്താണ്? അത് കറക്റ്റ് ടൈം ആയിരിക്കും അല്ലേ. 7 o'clock അല്ലെ 5 o'clock 3 o'clock എക്സെട്ര. ഇനി മിനിറ്റ് ഹാൻഡ് 3-ലാണെങ്കിൽ അതിന് പേരുണ്ട് ക്വാർട്ടർ പാസ്റ്റ് കേട്ടോ. ഫസ്റ്റ് ഇത് പഠിച്ചു വയ്ക്കുക. മിനിറ്റ് ഹാൻഡ് 3-ലാണെങ്കിൽ ദാറ്റ് ഷോസ് ക്വാർട്ടർ പാസ്റ്റ്. ഇനി മിനിറ്റ് ഹാൻഡ് 6-ലാണെങ്കിൽ ഹാഫ് പാസ്റ്റ്. അത് നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കണം, മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം അല്ലേ. അപ്പം മിനിറ്റ് ഹാൻഡ് 3-യുടെ നേരെ കാണുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡാണ് ക്വാർട്ടർ പാസ്റ്റ് ടൈം പറയുമ്പോൾ. ഓക്കെ. ഇനി 6-ലാണെങ്കിൽ ഹാഫ് പാസ്റ്റ്, 9-ലാണെങ്കിലോ ക്വാർട്ടർ 2. ഇവിടെ പാസ്റ്റ് ഇല്ല, ക്വാർട്ടർ 2. പിടിച്ചോ എല്ലാവരും? മനസ്സിലായോ? ഇനി ടൈം കാണിക്കുന്നത് അല്ലേ. ഇപ്പം ഡു യു നോ ദർ ആർ ടോട്ടൽ എത്ര അവറാണ്? 1 ഡേ എത്ര അവറുണ്ട്? 1 ഡേ 24 hours അല്ലേ. 1 day is equal to 24 hours വരുമ്പോഴാണ് 1 day ആകുന്നത്. ഓക്കെ. ദെൻ ദ ഹവർ ഹാൻഡ് ഗോസ് റൗണ്ട് ദ ക്ലോക്ക് 2 times on a
ഡേ. നമുക്കറിയാം ഈ ക്ലോക്ക് ഫേസിൽ എത്ര ടൈമുണ്ട്? 12 നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം ഹവർ ഹാൻഡ് ഇതിൽ റൗണ്ട് ചെയ്യണം? 2 ടൈംസ് അല്ലേ? നമുക്കറിയാം രാത്രി മിഡ് നൈറ്റിൽ 12 o'clock മുതൽ noon 12 വരെ അല്ലേ, ഉച്ചയ്ക്ക് 12 മണി വരെ ആകുമ്പോഴത്തേന് ഒരു പ്രാവശ്യം ഈ ഹവർ ഹാൻഡ് ഈ ക്ലോക്ക് ഫേസിൽ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. വീണ്ടും എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ശേഷം 12 മണി കഴിഞ്ഞ് രാത്രി മിഡ് നൈറ്റ് 12 ആകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി റൗണ്ട് ചെയ്യും. അതുകൊണ്ടാണ് ദ ഹവർ ഹാൻഡ് ഗോസ് റൗണ്ട് ദ ക്ലോക്ക് ടു 2 times ഡെയിലി അല്ലേ. എല്ലാ ദിവസവും 2 പ്രാവശ്യം എന്ത് ചെയ്യും? ഈ ഹവർ ഹാൻഡ് ക്ലോക്ക് ഫേസിൽ റൗണ്ട് ചെയ്യും അല്ലേ. ഇത് 12 hour ക്ലോക്കാണ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് 12 hour ക്ലോക്കാണ്. റെയിൽവേ സ്റ്റേഷനും മറ്റും നമുക്ക് കാണാം 24 hour ക്ലോക്ക് അല്ലേ. എന്താണ് 12 hour ക്ലോക്കാണ്. ഹവർ ഹാൻഡ് ഗോസ് റൗണ്ട് ദ ക്ലോക്ക് വൺസ് എവറി ഹവർ 24 times ഇൻ എ ഡേ. ഒരു ദിവസം മിനിറ്റ് ഹാൻഡ് എത്ര പ്രാവശ്യം കറങ്ങും? 24 times അല്ലേ. ഒരു 1 hour എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മിനിറ്റ് ഹാൻഡ് ഒരു പ്രാവശ്യം ഈ ക്ലോക്കിൽ ക്ലോക്ക് ഫേസിലൊന്ന് കറങ്ങിയിട്ടുണ്ടാവും അല്ലേ, റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ബിക്കോസ് ദർ ആർ 60 minutes 1 hour. ഈ മിനിറ്റ് ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങാൻ പറയുമ്പോൾ എത്ര സെക്കൻഡാണ്? എത്ര മിനിറ്റാണ്? 60 minutes അല്ലേ. 1 hour എത്ര? 60 minutes ആണ്. അപ്പോൾ ക്ലോക്ക് ഫേസിൽ മിനിറ്റ് ഹാൻഡ് 1 time കറങ്ങണമെങ്കിൽ എത്ര ടൈം വേണം? 60 minutes. ഓക്കെ. അപ്പോൾ കോമൺ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് ഇത് ക്ലോക്ക് ഫേസ്, ഇതിൽ മിനിറ്റ് ഹാൻഡ് ഉണ്ട്, ഹവർ ഹാൻഡ് ഉണ്ട് അല്ലേ. ലോങ് ഹാൻഡ് ഞാൻ പറഞ്ഞ പേരാണ് മിനിറ്റ് ഹാൻഡ്, ഷോർട്ട് ഹാൻഡാണ് ഹവർ ഹാൻഡ്. ഇനി മിനിറ്റ് ഹാൻഡ് 12 ആണെങ്കിൽ അതൊരു കറക്റ്റ് ടൈമിനായിരിക്കും കാണിക്കുക അല്ലേ. അവിടെ മിനിറ്റ് ഇല്ല. ഒന്നിൽ 5 o'clock ആവാം, 7 o'clock, 9 o'clock ലൈക്ക് ദാറ്റ്. ദെൻ മിനിറ്റ് ഹാൻഡ് 3 അവിടെ എന്താണ്? അതിന് പറയുന്ന പേര് ക്വാർട്ടർ പാസ്റ്റ്. അണ്ടർസ്റ്റാൻഡ്? ക്വാർട്ടർ പാസ്റ്റ്. ദെൻ 6 ഹാഫ് പാസ്റ്റ്. അതിന് നിങ്ങൾ 2:30 ഒക്കെ നമ്മൾ ടൈം പറയത്തില്ലേ, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 6 മിനിറ്റ് ഹാൻഡെങ്കിൽ ഹാഫ് പാസ്റ്റ്. ദെൻ 9 ക്വാർട്ടർ ടു. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക. ദെൻ 1 day is equal to 24 hour. പിന്നെ ഒരു പ്രാവശ്യം ഒരു മിനിറ്റ് ഹാൻഡ് 1 time ഈ ക്ലോക്ക് ഫേസിൽ റൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? 60 minutes. ദാറ്റ് മീൻസ് 1 hour is equal to 60 minutes. കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ ടൈം? Then can you say what is the time? It is 11:15. 11:15. That means 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുക ഇംഗ്ലീഷിലാക്കുമ്പോൾ? ഇവിടെയാണ് നമുക്ക് ക്വാർട്ടർ പാസ്റ്റ്, ക്വാർട്ടർ ടു, ഹാഫ് പാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് എവിടെ? ഇപ്പോൾ മിനിറ്റ് ഹാൻഡ് 3 അല്ലേ. നമുക്ക് എന്ത് പറയാം? ക്വാർട്ടർ പാസ്റ്റ്. ക്വാർട്ടർ പാസ്റ്റ്. ഇനി 11 എവിടെയാണ്? നിയർ 11 അല്ലേ. 11ൻ്റെ അടുത്താണ്. 11 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. 11ൻ്റെ അടുത്താണ്. 11ലേക്കല്ല വരുന്നത്, 11 കഴിഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ ടൈം? ഹൗ ക്യാൻ യു റീഡ് ദ ടൈം? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ക്വാർട്ടർ പാസ്റ്റ് പറയുക. ക്വാർട്ടർ പാസ്റ്റ് 11. ടൈം എന്താണ്? 11:15. എങ്ങനെ വായിക്കുക? ക്വാർട്ടർ പാസ്റ്റ് 11. ദാറ്റ് മീൻസ് 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലേ. ഈ 15 മിനിറ്റിനെ കാണിക്കുന്നതാണ് ക്വാർട്ടർ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞില്ലേ, അതിനാണ് പാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ 11:15 ഈ ടൈം എങ്ങനെ വായിക്കും? ക്യാൻ റീഡ് ആസ് ക്വാർട്ടർ പാസ്റ്റ് 11. മനസ്സിലായോ? അപ്പോൾ ഈ വേർഡ് പഠിച്ചു വയ്ക്കുക, ക്വാർട്ടർ പാസ്റ്റ്. ഡു അണ്ടർസ്റ്റാൻഡ്? ക്വാർട്ടർ പാസ്റ്റ് 11. ദ നെക്സ്റ്റ് വൺ ഹവർ ഹാൻഡ് ഇൻ ബിറ്റ്വീൻ 3 and 4. 3യുടെ 4ൻ്റെ കൂടെ ഇടയ്ക്കാണ്
ഹവർ ഹാൻഡ്. ദെൻ മിനിറ്റ് ഹാൻഡ് 6-ലാണ്. ദെൻ വാട്ട് ഈസ് ദ ടൈം നൗ? വി ക്യാൻ സേ 3:30. 3:30 അല്ലേ? 3:30. 3:30. ദെൻ ഹൗ ക്യാൻ വി റീഡ് ഇറ്റ് ആസ്? എങ്ങനെ നമുക്ക് വായിക്കാം? നേരത്തെ പറഞ്ഞു മിനിറ്റ് ഹാൻഡ് 6-ലാണെങ്കിൽ എങ്ങനെ വായിക്കാം? ഹാഫ് പാസ്റ്റ്. നോക്കും, ഹാഫ് പാസ്റ്റ്. ദെൻ സേ ഹൗ ക്യാൻ വി റീഡ് 3:30? 6-ലാണല്ലോ മിനിറ്റ് ഹാൻഡ്. ദെൻ ഹാഫ് പാസ്റ്റ്. ദെൻ യൂസ് ഹാഫ് പാസ്റ്റ്. എത്ര മണി കഴിഞ്ഞിട്ടുണ്ട്? ഇൻ ഹവർ ഹാൻഡ് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ 3 and 4 അല്ലേ? 3യുടെ ഇടയ്ക്ക് 4ൻ്റെയും കൂടി മിഡിലാണ്. ഇൻ ബിറ്റ്വീൻ 3 and 4. അപ്പോൾ 6-ൽ മിനിറ്റ് ഹാൻഡ് ഉണ്ട്. ദാറ്റ് ഷോസ് ഹാഫ് പാസ്റ്റ്. ദെൻ ഹാഫ് പാസ്റ്റ് എത്രയാണ്? 3 അല്ലേ? അപ്പം 3 മണി കഴിഞ്ഞിട്ടാണ് 30 മിനിറ്റ്, 30 മിനിറ്റ് അല്ലേ? 30 മിനിറ്റ് ആഫ്റ്റർ 3 അല്ലെ? 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ദെൻ റീഡ് ആസ് ഹാഫ് പാസ്റ്റ് 3. വായിക്കുന്നത് ഹാഫ് പാസ്റ്റ് 3. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഹാഫ് പാസ്റ്റ് 3. ഇപ്പം എവിടെയാണ്? മിനിറ്റ് ഹാൻഡ് അറ്റ് 6 അല്ലേ? 6-ലാണ് മിനിറ്റ് ഹാൻഡ് എങ്കിലാണ് ഹാഫ് പാസ്റ്റ് ആവുക. പിന്നെ എന്ത് ചെയ്യണം? ഏത് ടൈമാണോ കഴിയുന്നത് അല്ലേ? 3. ഇപ്പം 3 മണി കഴിഞ്ഞിട്ടാണ് 30 മിനിറ്റ് അല്ലെ? 30 മിനിറ്റ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഹാഫ് പാസ്റ്റ് 3 എന്ന് വായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Time is 2:45. Minute hand is at 9 and hour hand just before 3 അല്ലേ? 3യുടെ തൊട്ട് മുമ്പാണ്. The shorter hand is nearer to 3. The long hand is at 9. The time is നമ്മൾ പഠിച്ചു 9-ലാണ് മിനിറ്റ് ഹാൻഡെങ്കിൽ എങ്ങനെ വായിക്കണം? 1:45. 9-ലാണ് മിനിറ്റ് ഹാൻഡെങ്കിൽ 1:45. പിന്നെ 3യുടെ നിയർ അടുത്താണ് അല്ലേ? ഏത്? ഹവർ ഹാൻഡ്. വാട്ട് ഈസ് ദ ടൈം? 2:45. എങ്ങനെ വായിക്കാം? 2:45. നമുക്ക് 2 രീതിയിൽ പറയാം. 2:45 അല്ലേ? ഇത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1:45 ഉപയോഗിച്ചിട്ട് 1:45. എത്ര മണിയാവാനാണ് പോകുന്നത്? ടൈം ഇപ്പം 2:45 കഴിഞ്ഞ് 3-ലേക്കല്ലേ പോകുന്നത്? സോ വി ക്യാൻ സേ 2:45. 2 അല്ല, 2:45. 3 മണിയാകാനാണെന്ത്? 15 മിനിറ്റ് കൂടെ ഉള്ളത്. ലിസൺ, 9-ലാണ് മിനിറ്റ് ഹാൻഡെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് 2:45 ആണ്. 2:45 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഈ 2:45 ആണെങ്കിൽ 2 മണി പറയില്ല. ഏത് ടൈമിലേക്കാണോ പോകുന്നത് അല്ലേ? ഇപ്പോൾ 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എത്ര മണിയാവും? 3 മണിയാവും. അപ്പോൾ 2:45 എന്നാണ് പറയുക. ഓക്കെ, മനസ്സിലായോ? ദെൻ സേ വൺസ് അഗൈൻ 1/4, ഹാഫ് പാസ്റ്റ് ആൻഡ് 1:45. ഈ 3 ടൈംസ് ആണ് പഠിച്ചത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. 3-ലാണ് മിനിറ്റ് ഹാൻഡെങ്കിൽ എന്ത് വായിക്കും? 1/4. 6-ലാണെങ്കിൽ ഹാഫ് പാസ്റ്റ്. 9-ലാണെങ്കിൽ 1:45. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്കിലൊരു 2-3 ക്ലോക്ക് വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്തു കേട്ടോ. നോട്ട് ചെയ്യാൻ തരാം. റൈറ്റ് ദ ടൈം ഷോൺ ബൈ ദീസ് ക്ലോക്ക് യു ഹാവ് ബീൻ ഡൺ ദർ. 2 ക്ലോക്ക് അവിടെ വരച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ഹാഫ് പാസ്റ്റ് 9 ഉണ്ട്, ഹാഫ് പാസ്റ്റ് 1 ഉണ്ട്. ബാക്കിയുള്ള ഓരോ ക്ലോക്കിൻ്റെ ഹാൻഡ്സ് അവിടെ വരച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ അവിടെ ടൈം എഴുതുക കേട്ടോ. അപ്പോൾ സി എന്തായിരിക്കും? 3rd ക്വസ്റ്റ്യൻ. ഹവർ ഹാൻഡ് ഈസ് അറ്റ് 8 ആൻഡ് മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. ദെൻ വാട്ട് ഈസ് ദ ടൈം? യെസ്, 8 o'clock. ലിസൺ, 8 o'clock. ദെൻ നെക്സ്റ്റ് ടൈം 7:45 ആണല്ലേ? 7:45 ആണ്. അപ്പോൾ അതിൻ്റെ ഹാൻഡ്സ് എങ്ങനെ പറയും? ഇതാണ് ഹാൻഡ്സിൻ്റെ പൊസിഷൻ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ
റീഡ് ചെയ്യാം. നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഇവിടെ മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? യെസ്, ഈസ് അറ്റ് 9. അപ്പോൾ എന്ത് പറയാം? മിനിറ്റ് ഹാൻഡ് 9-ലാണെങ്കിൽ നമ്മൾ ഏത് വേർഡാണ് ഉപയോഗിക്കുന്നത്? ക്വാർട്ടർ ടു. ദെൻ ക്വാർട്ടർ ടു 7:45 കഴിഞ്ഞാൽ എത്ര മണിയിലേക്കാണ് പോകുന്നത്? ഹവർ ഹാൻഡ് ഏത് നമ്പറിൻ്റെ അടുത്താ? നിയറർ 8 ആണ് അല്ലേ? അപ്പോൾ ടൈം എങ്ങനെ പറയണം? ക്വാർട്ടർ ടു 8. ക്വാർട്ടർ ടു 8. മനസ്സിലായോ? അപ്പം അതേപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഡ്രോ ദ ഹാൻഡ്സ് ടു ഷോ ദ ടൈം. അവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ഹാൻഡ്സ് ആണ് വരയ്ക്കേണ്ടത്. 8:30, 6 o'clock. 8:30 അവിടെ ദാറ്റ് ഹാസ് ബീൻ ഡൺ ദെയർ. 8:30 ആണെങ്കിൽ എന്താണ്? 30 ഷോസ് ചെയ്യുന്ന മിനിറ്റ് ഹാൻഡ് 6-ൽ. ഓക്കെ. ദെൻ ഹവർ ഹാൻഡ് ഈസ് ഇൻ ബിറ്റ്വീൻ 8 and 9. ഓക്കെ. ദെൻ നെക്സ്റ്റ് 6 o'clock. ഇപ്പോൾ എവിടെയായിരിക്കും? ഹവർ ഹാൻഡ് ഈസ് അറ്റ് 6 and മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. ദെൻ ക്വാർട്ടർ ടു 4, 10 o'clock, ക്വാർട്ടർ ടു 7 and ക്വാർട്ടർ പാസ്റ്റ് 5. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ യു ഷുഡ് റൈറ്റ് ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ. നൗ വി ആർ ഗോയിങ് ടു wind up our class. Then say once again what we learned today. Yes, today we learned about time. അല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? ഹവർ ഹാൻഡ്, പിന്നെ മിനിറ്റ് ഹാൻഡ്, പിന്നെ പഠിച്ച ടൈംസ് അതൊക്കെയാണ്. ക്വാർട്ടർ പാസ്റ്റ്, ക്വാർട്ടർ ടു ആൻഡ് ഹാഫ് പാസ്റ്റ്. ദെൻ 1 day is equal to 24 hours. Then 1 hour is equal to 60 minutes. Then all of you write and study well. Then let's see next class. Thank you.